ഫാമിലിക്കൊപ്പം ഒരു കൊടൈക്കനാൽ ട്രിപ്പ് പോയി വന്നതിന് ശേഷം ഞാൻ അവതരിപ്പിക്കുന്നു ജലദോഷം ഒരു രോഗമല്ല, ലൈഫ് സ്റ്റൈലാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പണ്ടാരടങ്ങാനായിട്ട് ഇത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പനി വരുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടാണ്. രാവിലെ 8 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിനിൽ കയറിയതാണ്. സമയത്തും കാലത്ത് റെയിൽവേ എത്തിക്കില്ലെന്ന കാര്യം സത്യമാണ്. ഒരു 3 മണിക്കൂർ, ഏകദേശം 3 മണിക്കൂർ ലേറ്റായിട്ടാണ് എത്തിയത്. വിശന്ന് പണ്ടാരടങ്ങി ഞാൻ മക്കളും കൂടെ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ നിന്നോ മൂക്ക് ചീറ്റാനായിട്ട് ഒരു 4 പ്രാവശ്യമെങ്കിലും ബാത്റൂമിൽ പോയി. ഒരു തുമ്മലിന് 10 പേര് തിരിഞ്ഞു നോക്കും. ഒരു സെലിബ്രിറ്റി ഫീലാണ് ഒരു തുമ്മൽ. ക്യാമറയ്ക്ക് മുന്നിൽ വരാത്ത ഒരാൾ ഈ സെൽഫിയിൽ കുടുങ്ങിപ്പോയി. എൻ്റെ ആമിക്കുട്ടിയാണേ. അവിടെ നിന്ന് നേരെ ബസ്സിലേക്ക്. സോഷ്യൽ മീഡിയയിൽ എന്നെ കണ്ടിട്ടുള്ള ഒരു +2 കാരി സുന്ദരി പെണ്ണ് എൻ്റെ അടുത്ത് വന്നിരുന്നു. നല്ല കുട്ടി, എനിക്ക് ഇഷ്ടമായി. ജലദോഷം എങ്ങനെ കുറച്ചേ പറ്റുള്ളൂ. ഞാൻ ടാബ്ലറ്റ് മേടിക്കാൻ പോയി, നാളെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ്. പിന്നെ പോയി മീനും മേടിച്ചു. എല്ലാവരും കാണുന്ന മുഖങ്ങളായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുക. എവിടെ പോയാലും കുറേ വർത്താനം പറഞ്ഞ് ഞാൻ കത്തിയടിച്ച് നിൽക്കാറുണ്ട്. ഫുഡും കഴിച്ചിട്ട് പോയി ഒരു തുളസിയിലും പറിച്ചിട്ട് വന്ന് പിന്നെ ആ വീടാന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാലല്ലേ എനിക്കിത് സമാധാനം കിട്ടണില്ല. ഈ സാധനം ഒന്ന് കുറഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ യൂണിഫോമൊക്കെ അയൺ ചെയ്ത് വെച്ചിട്ട് പോയി ആ വീട്ട് വളരെ ആശ്വാസമായി. സത്യമായിട്ട് നല്ല വിയർത്ത് അത് ഭയങ്കര ഒരു ഫീലായിരുന്നു. കുറേ നാളായി ആ വീട്ടിട്ട്. മൂക്കിന് ഭയങ്കര അഹങ്കാരമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ മുഖത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള മൂക്കിനാണല്ലോ ജലദോഷം വരുമ്പോൾ. അതുകൊണ്ട് കുറച്ച് അതിന് അഹങ്കാരം കൂടുതലാണ്. പിന്നെ കുറച്ച് കാപ്പിയൊക്കെ കുടിച്ച് നല്ല ആശ്വാസമായി കടന്നുറങ്ങി. രാവിലെ പാലും മേടിച്ച് അടുക്കള ജോലി ഒതുക്കി 8 മണിക്ക് ഡ്യൂട്ടിക്ക് പോവേണ്ടതാണ്. ഇന്നലെ കൊണ്ടുവന്ന ഹൈബ്രിഡ് വെളുത്തുള്ളി ഒന്ന് ഞാൻ എടുത്ത് പരീക്ഷിച്ച് നോക്കി. നല്ല സൂപ്പർ, സാധാരണ ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റും ഉണ്ട് അതിന്. പിന്നെ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി. എന്നിട്ട് മൂക്കിനൊഴുക്കണേൽ കണക്കം കഴിയൂല. ഇതിപ്പോൾ ഡാം തലയ്ക്കകത്ത് കെട്ടി വെച്ചിരിക്കും പോലെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ പോയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ, ഓക്കെ.